ഹലോ ഐസ്, നമ്മള് കണ്ടിട്ട് കുറച്ച് നാളായി തോന്നുന്നുണ്ട്. ഏകദേശം ഒരു 10-50 ദിവസത്തിന്റെ അടുത്തേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പോണത് റോയൽ എൻഫീൽഡ് 100 ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞോളൂ, വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളതും. പിന്നെ പൊരിയച്ചിറാണ് നോക്കണത്. അപ്പൊ അവിടുത്തെ സർവീസ് സെന്ററിന്റെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഒല്ലൂര് മാലാകട പള്ളിപ്പെരുന്നാളിന്റെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഇന്ന് 2ാം ദിവസം 24-ാം തീയതി. അപ്പൊ അന്നാണ് ഞങ്ങളിത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോണത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോ. പെരുന്നാൾക്ക് വന്നിട്ടുള്ളവരുടെ ആ ഒരു അഭിപ്രായം കൂടി ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്തോളൂ. അപ്പൊ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒല്ലൂര് പള്ളി കണ്ടിട്ടില്ലെങ്കിൽ, അതായത് മാലാകട പള്ളി കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. അത്യാവശ്യം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. കുർബാന കഴിഞ്ഞതിന്റെയും അങ്ങനത്തെ കേട്ട്. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ബസ് പറഞ്ഞ വഴി മുടക്കി കിടക്കുന്നത് കാണിച്ചു തരാം. വെച്ചിട്ടാ ചവിട്ടണ്ട, നീ പതൊക്കെ പൊക്കോ. നീ ഇതിന്റെ ഇടയിൽ നമ്മളോട് നിർത്തി കഴിഞ്ഞാൽ പക്ക പോക്കോ. അടുത്തോളോ കയറ്റി വെച്ച, നീ റൈറ്റ് കയറ്റി വെച്ച. അപ്പോ ഇതാണ് വള്ളിട്ടാ. പോ നേരെ പോ. അപ്പോ പെരുന്നാൾ പ്രമാണിച്ചിട്ടുള്ളത് നേരെ 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 പോ. അത് വഴി കടക്കില്ല എന്തായാലും. അപ്പൊ അങ്ങനെ ഇനി ഷോറൂമിൽ എന്നിട്ടൊരു മഴക്കാരുണ്ട്. എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല, നോക്കാം. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അവിടെ തിരി കാണിക്കാം. ഇലയും മണ്ണും പോലെ കാറ്റും മുകിലും പോലെ മണ്ണിൽ മൗനം വാഴും നേരം നാം ഒന്നായി. കവിളും ചുണ്ടും പോലെ കണ്ണും കനിയും പോലെ ചേരാനേതോ മോഹം മെല്ലെ കൊഞ്ചും. എച്ചറുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ജസ്റ്റ് കയറി കാണാം, നോക്കട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളില് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. അവരുടെ എത്തിക്സ് പ്രകാരം എങ്ങനെയായിരിക്കും നോക്കട്ടെ. എന്തിനാ തീരുമാനം എന്തിട്ടായിരുന്നു? ഡീറ്റെയിൽസ് ചോദിച്ചാ വിളിക്കാം. നീയല്ലേ വണ്ടി എടുക്കണ? ബോസ് നീയല്ലേ? അന്ന് വിളിക്ക്, വാ വന്നു പറ. ടാങ്കിന് ഡ്യുവൽ ഇതിന് ഗ്രേ ഉണ്ട്, അവിടെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പിന്നെ റെഡ് ബ്ലാക്ക് ബ്ലൂ പറഞ്ഞതുപോലെ ബ്ലാക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് വൈറ്റ്, അങ്ങനെ 3 കളേഴ്സ് വരും. സോ 2 lakh 1 lakh 2 lakh ഇതൊക്കെ ഓർഡറാണ്. 3 ഫാമിലി 500 ബാറ്റീസ് വയ്ക്കുകയാണെങ്കിൽ 2000. നമ്പർ പ്ലേറ്റ് അടക്കം നമുക്ക് നമ്പർ ബേസിന് 1,90,000. പിന്നെ സ്കോർപിയോ ഉണ്ട്, അത് 1,90,000. അത് എലിമെന്റ് ഉണ്ടാവില്ല, സ്കോർപിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്ക് ഉറപ്പായിരിക്കും. ഇത് ട്രിപ്പർ നാവിഗേഷൻ വലിയ സാധനം വരുന്നതായിരുന്നു. ഇഞ്ചിനൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അത് 1,90,000. ഇത് 1,90,000. ഫ്രണ്ട് ബാക്ക് തീർച്ചയായും ലേഡീസ് ട്രിപ്പർ നാവിഗേഷൻ, ട്രിപ്പർ വണ്ടിയാണ്. 1,80,000 20,000 ഒരു മാസം. ഇത് ബുക്കിംഗ് പൊതുവേ ടോക്കിയോ, ഇപ്പോൾ ടോക്കിയോ പ്ലസ് ഇൻഡസ്ട്രി സ്റ്റോപ്പ് ഔട്ടായി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നിന്ന് വെച്ചിട്ട് വോയിസ് ഒക്കെ കട്ട് ചെയ്തത്. എന്തായാലും വണ്ടിക്ക് എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. ഈ കളർ തന്നെയാണോ അവൻ പറഞ്ഞാണ്? പിന്നെ ഏത് ബ്ലാക്ക് പറഞ്ഞാണ്? വൈറ്റും ഇവിടെ ഒരു ഉണ്ടാവും ഇങ്ങനെ. അത് ബ്ലൂ അല്ലേ?
അപ്പൊ എന്തായാലും ഇത് ഉപയോഗിക്കണവര് എന്തായാലും നിങ്ങളുടെ മസ്റ്റ് ആയിട്ടൊന്ന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂടാ. കാരണം എടുത്തു കഴിഞ്ഞിട്ട് പെട്ടിട്ട് പിന്നെ കാര്യമില്ലല്ലോ. എന്തായാലും വെറുതെ നല്ലത് അറിഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, ഫോർമാലിറ്റീസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, ബാക്കി നോക്കാം. മനാട്ട വണ്ടി എടുക്കണേ. വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഹൺഡ്രാണ് ആക്സിലേറ്റർ തിരിച്ച് വണ്ടി പോകുന്നു. ഇത്ര നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് iPhone 16 കേട്ടോ. വോയിസും ഒക്കെ അതിൽ തന്നെയാണ്. ഇപ്പോൾ S24 Ultra. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നീ എന്തിനാ കയറിയിരിക്കണേ? നമ്മൾ ഗൊറില്ലയും കൂടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ട്. 100 എടുത്തിട്ടുണ്ട്. ഗൊറില്ല എന്തായാലും കാണാം. അറ്റത്തുമ്പോ കയറിക്കോ മോനെ. ഒരു പകുതിത്തുമ്പോൾ എനിക്ക് തരണം. എന്തായാലും ഞങ്ങൾ ചലിക്കട്ടെ. ഗൊറില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ത്രോട്ട് കൊടുത്ത് നേരത്തെ ഡാവോ എന്തായാലും നോക്കാം. നമ്മൾ കാര്യം ഒരെണ്ണം പറഞ്ഞേ, ഗൊറില്ല സെക്കൻഡ് ഗിയർ അന്യായ സാധനമാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ വണ്ടി വലിച്ചോട്ട് പോകുന്നുണ്ട്. ബാക്ക് ചെയ്ത ആൾ കറക്റ്റായിട്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ നിലത്ത് എന്തായാലും വീഴും. സെക്കൻഡ് ഗിയർ നല്ല ഒരു ഇനീഷ്യൽ പവർ ഉണ്ട് കേട്ടോ. നമ്മള് ആ ഒരു ഡൊമിനോറിന് വെച്ചിട്ട് യാതൊരു കമ്പാരിസണും പറ്റില്ല വണ്ടിക്ക്. ഡൊമിനോറായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. വണ്ടി അന്യായ സാധനമാണ്, പൊള്ളിയാണ്. നോക്കട്ടെ ഗൊറില്ലയുടെ സൗണ്ട് ഒന്ന് കേട്ടോ നോക്കിയാലോ. സൗണ്ട് ഇട്ടാ അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നാണ്. വണ്ടി ബുക്കിംഗ് ഏകദേശം ആക്കി നിർത്തിയിട്ടുണ്ട്. വണ്ടി ബുക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസും 10 ദിവസം പറഞ്ഞാണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഡെലിവറി വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.